നീ ഒരു കാര്യം ചെയ്യും, കാട് വിട്, ഏതെങ്കിലും നാട്ടിലേക്ക് വെക്കോ. അവിടെ നിനക്ക് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ എവിടേക്ക് പോവാനാണ് മൂപ്പ? നാട്ടിലെങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ദേശമംഗലത്തേക്ക് പോകുന്നതാണ് നല്ലത്. നല്ല നാടാണ് മോളെ. കാട്ടുതേ മിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ ദേവി ദേശമംഗലത്തമ്മ വലിയ ശക്തിയാണ്. അമ്മ നിന്നെ കാത്തോളും മല്ലി, നിന്റെ കുഞ്ഞിനെയും കാത്തോളും. ദേശമംഗലത്തമ്മയെ പ്രതിഷ്ഠിച്ചിട്ട് ഇപ്പൊ 8 കൊല്ലമായി. ഈ 8 കൊല്ലവും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അവിടെ. മല്ലി, നീ പോണം. നിന്റെ മോക്ക് വേണ്ടി നീ പോണം. ഓൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ നിന്റെ മോളെ കുറിച്ച്? അതുപോലെ നീ അവളെ വളർത്തണം. പറയണ കേക്ക് മോളെ. മോളെ കുഞ്ഞി, എല്ലാരും പറയണത് കേട്ടാ നമുക്കവിടെ പോയാലോ? അവിടെ നമുക്ക് ആരാ ഉള്ളത്? ദൈവമുണ്ട്, ദേവിയുണ്ട്. അവര് നിങ്ങളെ കാത്തോളൂ. ദാമല്ലി, കുറച്ച് കാട്ടുപഴങ്ങളാ. വഴിയിൽ വിശന്ന നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പൊ പുറപ്പെട്ട സൂര്യൻ ചായുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദേശമംഗലത്തെത്താം. വാങ്ങിക്കോളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതുവഴി വരാം. മോൾ എവിടെയായാലും ഞങ്ങൾ അവിടെ വരാം. കുഞ്ഞുപെണ്ണേ, ഇനി മോളുടെ നാട് ദേശമംഗലമാണ് കേട്ടോ. ഇനി മോള് വിളിക്കേണ്ടത് ദേശമംഗലത്തമ്മയാ. ദേവനില്ലാതെ ഈ കാട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മൂപ്പൻ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഇവളെ കൊല്ലാൻ പറ്റുമോന്ന്. പറ്റില്ല. എന്റെ ദേവന്റെ കൊച്ചാണ് മൂപ്പ. എന്റെ ദേവന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കിവളെ വളർത്തണം. മോളെ, മൂപ്പനോട് യാത്ര പറയേ. ദൈവമുണ്ട് കൂടെ. മല്ലേ, കുടി പോയി വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നടന്നോ. വാ മോളെ. തമ്പുരാൻ, ഒരു കാര്യം ചോദിക്കുന്നത് ഉചിതമാണോന്നറിയില്ല. ചോദിക്കൂ. ക്ഷേത്രകാര്യങ്ങൾ മുറ പോലെ നടന്നു വരുന്നുണ്ട്. പിന്നെന്തിനാണ് അവിടെ ഒരു പുതിയ കാര്യക്കാരന്റെ ആവശ്യം? ജ്യേഷ്ഠൻ ചിത്രഭാനുവിന്റെ വരവിനെ കുറിച്ച് ആശങ്കയുണ്ടോ മീനാക്ഷിക്ക്? അതല്ല, നമ്മുടെ വല്യച്ഛന്റെ മകനാണ് അദ്ദേഹം. ഒരർത്ഥത്തിൽ ഇതൊരു കടം വീട്ടല, നമ്മുടേതല്ല. ഒരുപക്ഷെ നമ്മുടെ അച്ഛൻ തമ്പുരാന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം. സ്ഥാനം കൊണ്ട് വല്യച്ഛനായിരുന്നു ദേശമംഗലത്തിന് തമ്പുരാനാകേണ്ടിയിരുന്നത്. പക്ഷേ പിതാമഹൻ തീരുമാനിച്ചത് അച്ഛനെയാണ്. വല്യച്ഛൻ തമ്പുരാൻ അന്ന് കൊട്ടാരം വിട്ടു, നാട് തന്നെ മറന്നു കളഞ്ഞു. പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനെ നാം കണ്ടെത്തുന്നത്. കൊട്ടാരത്തിലേക്ക് വരാൻ പലതവണ അപേക്ഷിച്ചിട്ടും വാശിയോടുകൂടി നിന്നു. പിന്നെ മനസ്സലിഞ്ഞു. പഴയ വിഷമങ്ങൾ മറന്നു. ജ്യേഷ്ഠന്റെ തിരിച്ചുവരവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമാണ്. നന്മയല്ലാതെ അങ്ങ് മറ്റൊന്നും ചിന്തിക്കില്ലെന്നറിയാം. പക്ഷേ ചിലരെങ്കിലും അത് മുതലെടുത്തിട്ടുണ്ടല്ലോ, ശിവശങ്കരനെ പോലെയുള്ളവർ. ശിവശങ്കരന്റെ അധ്യായം കഴിഞ്ഞല്ലോ. ഒളിച്ചും പാത്തും ശിവശങ്കരനെ കാണുന്നു എന്ന കുറ്റത്തിന് ശകുന്തളയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഉണ്ടായിരുന്നത് പഞ്ചമിയാണ്. രാജ്യകാര്യങ്ങളിലോ സമ്പത്തിലോ താല്പര്യമില്ലാത്ത ആദിത്യൻ ഊരായ ഊരു മുഴുവൻ അവളുമായി സഞ്ചരിക്കുകയാണ്. പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളും സന്തോഷവതിയാണ്. ഇതിനിടയിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് നാം. തമ്പുരാൻ. അതേ മീനാക്ഷി, ചുറ്റും നിന്ന് രക്തബന്ധങ്ങൾ ഓരോരുത്തരായി പടികടക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ ആഴം കൂടും. ഒരുപക്ഷെ ജ്യേഷ്ഠൻ ചിത്രഭാനുവിന്റെ ഈ വരവ് അതിനുകൂടി ഒരു പരിഹാരമാണ്. ഇടറിപ്പോയാൽ നമുക്കൊരു കൈത്താങ്ങിന്. ജ്യേഷ്ഠനെയും ഭാര്യയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തോഴിമാരോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു കുറവും വരില്ല.
അക്കാര്യത്തിൽ മീനാക്ഷി നമുക്ക് വിശ്വാസമാണല്ലോ. ആ, വർണ്ണമോൾ എവിടെ? ആ, അമ്മേ, സ്വരങ്ങളൊന്നും പിഴച്ചില്ലല്ലോ അല്ലേ? ഇല്ല, അസലായിട്ട് പാടി. ഇങ്ങനെ വേണം സാധകം ചെയ്യാൻ. ഗംഭീരമായി. നാടാദരിക്കുന്ന കലാകാരിയാവണം. എനിക്ക് നാട് ആദരിക്കണ കലാകാരി ആകണ്ട. എനിക്ക് അവളെ തോൽപ്പിച്ചാ മതി, ആ പൂജാരിയുടെ മകളെ. നോക്കിക്കോ, ഞാൻ അവളെ തോൽപ്പിച്ചിരിക്കും. അത് വേണം. പൂജാരിയുടെ മകളോട് ഗുരുനാഥനും ഗുരുപുത്രിക്കും അല്പം വാത്സല്യം കൂടുതലാ. തമ്പുരാട്ടിക്കുട്ടിയെ വേണ്ട രീതിയിൽ പൂജാരിയുടെ മകൾ ബഹുമാനിക്കാറുമില്ല. ചന്ദ്രബിന്ദു, മോള് പൊയ്ക്കോളൂ. കുഞ്ഞിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് നീയാണ്. കുട്ടികളുടെ മനസ്സിൽ വലിപ്പച്ചെറുപ്പ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. സമന്മാരാണെന്ന് പഠിപ്പിക്കുകയാണ്. ക്ഷമിക്കണം തമ്പുരാട്ടി. ചെല്ല്. മോളുടെ കാര്യത്തിൽ ഇത് മാത്രമാണ് ഒരു ആശങ്ക. സാരമില്ല, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ആശങ്കപ്പെടാതിരിക്കൂ. ഇനിയും കുറെ ദൂരം ഉണ്ടോ അമ്മേ? ഉണ്ട് മോളെ, വേഗം നടക്കണം. അല്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് ദേശമംഗലത്തെത്തില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ തോളിലിരുത്തിയേനെ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, അപ്പുറത്തെ കാട്ടിലെ മുത്തിയമ്മയുടെ ഉത്സവത്തിന് അച്ഛൻ എന്നെ തോളിലിരുത്തിക്കൊണ്ട് പോയത്? ഉത്സവത്തിന്റെ അവിടെ ചെന്നിട്ടും എന്നെ ഇറക്കിയിട്ടില്ല. അമ്മയ്ക്ക് വയ്യല്ലോ മോളെ, അല്ലെങ്കിൽ അമ്മ എന്റെ മോളെ തോളിലെടുത്തേനെ. സാരമില്ല അമ്മേ, അച്ഛനെ ഓർത്തപ്പോ പറഞ്ഞു പോയതാ. നമ്മളവിടെ ആരുടെ അടുത്തേക്കാ പോവാ? അറിയില്ല, ആരെങ്കിലും കണ്ടെത്തണം. അവിടെ അമ്മയ്ക്ക് എന്ത് ജോലിയാ കിട്ടാ? അതും അറിയില്ല. അമ്മ എന്തിനാ മാല കെട്ടുന്നത്? നമ്മൾ പോകുന്നത് ദേശമംഗലത്ത് അമ്മയുടെ നടയിലല്ലേ. അടുത്തു നിന്ന് തൊഴാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് മാല വെക്കാലോ. വേണ്ട, ഒരു ദൈവത്തിനും പൂക്കള് കെട്ടണ്ട, മാലയും കൊടുക്കണ്ട. എന്റെ അച്ഛനെ രക്ഷിക്കാത്ത ദൈവങ്ങളല്ലേ എനിക്ക് കാണണ്ട. മാല മോളിട്ടതാണോ? വരൂ. ദേശമംഗലത്തമ്മയ്ക്ക് വേണ്ടി കെട്ടിയതാ. ഇവളുടെ അച്ഛൻ കാട്ടിൽ പോയപ്പോ പുലി പിടിച്ചതാ. അന്നു മുതല് ദൈവങ്ങളോടൊക്കെ ദേഷ്യമാ. മോളിങ്ങി വാ. എല്ലാവരും എപ്പോഴാ മരിക്കുന്നതെന്നറിയോ? ആയുസ് എത്തുമ്പോൾ. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ മരണസമയവും കുറിക്കപ്പെട്ടിരിക്കും. അത് ആരെക്കൊണ്ടും തിരുത്താനാവില്ല. പേരെന്താ? കുഞ്ഞി. നല്ല പേരാണല്ലോ, കുഞ്ഞിപ്പെണ്ണ്. മനുഷ്യർ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. പിന്നെയും അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരിലൂടെയാണ്. എന്ന് വെച്ചാൽ മോളുടെ അച്ഛൻ ഇനി കുറെ കാലം ജീവിക്കുന്നത് മോളിലൂടെയാണ്. മരണം ദുഃഖമുള്ള കാര്യമാണ്, പക്ഷെ എന്നും അതോർത്ത് ദുഃഖിച്ചിരിക്കാൻ പാടില്ല. കുഞ്ഞിപ്പെണ്ണ് ചെയ്യേണ്ടത് എന്താ? അമ്മയ്ക്ക് കൂട്ടായിരിക്കണം. അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അച്ഛനെ ഓർക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. കേട്ടോ?
ദേശമംഗലത്തെക്കുറിച്ച് അറിയോ? ദേശമംഗലത്ത് ആരുടെയെങ്കിലും സഹായം ചോദിച്ച് അവിടെ കൂടാൻ വന്നതാ. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദേശമംഗലത്താണ്. ആണോ? ദേശമംഗലത്തെക്കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. ദേശമംഗലത്ത് അമ്മയെക്കുറിച്ചും. ഇവിടെ ഞങ്ങൾക്കൊരിടം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമല്ലോ. ദേശമംഗലത്ത് അമ്മയോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞല്ലോ. അർച്ചനയും കഴിഞ്ഞല്ലോ. മനസ്സുകൊണ്ട് ദേശമംഗലത്ത് അമ്മയുടെ മുമ്പിൽ എല്ലാവരും എല്ലാം സമർപ്പിച്ചതല്ലേ. ധൈര്യമായി മുന്നോട്ടു പോകൂ. ആദ്യം ചോദിക്കുന്ന ആളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സഹായം കിട്ടിയിരിക്കും. അമ്മ ആരാണ്? ഞാൻ ദേശമംഗലത്തെ ഒരാളാ. കുറെ കാലമായിട്ടുണ്ട്. ഇനിയും കുറെ കാലം ഉണ്ടാവുകയും ചെയ്യും. കുഞ്ഞിപ്പെണ്ണെ, ഇനിയിപ്പോൾ നീ ദേശമംഗലംകാരിയല്ലേ? എല്ലാവരെയും നോക്കുന്നത് പോലെ ഞാനും കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊള്ളാം കേട്ടോ. അമ്മയും മോളും നേരെ നടന്നോളൂ. ദേശമംഗലത്ത് നിങ്ങൾക്കെല്ലാം ഉണ്ട്. വാ. ക്ഷേത്ര കാര്യങ്ങൾക്ക് എന്തിനാ ഇപ്പൊ പുതിയൊരു കാര്യക്കാരൻ? യാതൊരു കുഴപ്പമില്ലാതെ ക്ഷേത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. തമ്പുരാന്റെ കൽപ്പനയല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? വരുന്ന ആൾ തമ്പുരാന്റെ മൂത്ത ജ്യേഷ്ഠനാ. അതുകൊണ്ട് എന്താ കാര്യം? ദേശമംഗലം തമ്മിയുടെ പ്രതിഷ്ഠ നടന്നപ്പോ കാര്യക്കാരനായി ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ശിവശങ്കരൻ. അത് തമ്പുരാന്റെ സഹോദരിയുടെ ഭർത്താവല്ലേ? എന്നിട്ട് എന്തൊക്കെയാ അയാൾ കാണിച്ചു കൂട്ടിയത്? കള്ളം പറഞ്ഞും തമ്മിലടിപ്പിച്ചും ദേശമംഗലത്തമ്മയുടെ ഭക്തന്മാരെ ഭിന്നിപ്പിക്കാനല്ലേ അയാൾ ശ്രമിച്ചത്? ഒരു കാര്യം നാം പറയാം. പുതുതായി വരുന്ന കാര്യക്കാരൻ ദേശമംഗലത്തമ്മയുടെ ഇംഗിതത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ തമ്പുരാനോട് പരാതിപ്പെടണം. അതിനിപ്പോ സ്ഥാനം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വരുന്നു എന്ന് പറഞ്ഞ മഹാനുണ്ടല്ലോ, ചിത്രഭാനു, അയാളുടെ അച്ഛൻ തമ്പുരാൻ പണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. സംഗതി എന്താ? അധികാരത്തിനോടുള്ള ഭ്രമം. അച്ഛന്റെ രക്തം തന്നെ ആയിരിക്കുമല്ലോ മകനും. എങ്കിൽ പിന്നെ സംശയിക്കണ്ട, ഈ വരവ് ദേശമംഗലത്തിന്റെ നാശത്തിന് തന്നെയാണ്. ദേശമംഗലത്തെ പൊന്നു തമ്പുരാനും ദേശമംഗലത്തെ ക്ഷേത്രത്തിനും ദോഷം വരുന്ന പ്രവൃത്തികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും കണ്ണടച്ച് നമ്മൾ എതിർക്കണം. വരുന്നയാള് ചിത്രഭാനുവോ ചിത്രഗുപ്തനോ യമധർമ്മനോ ആരോ ആയിക്കോട്ടെ, ക്ഷേത്ര കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത് അനുസരിക്കണം. ഇല്ലെങ്കിലേ പണ്ടൊരിക്കല് ഇറങ്ങിപ്പോയതുപോലെ ദേശമംഗലത്തുനിന്ന് അടിച്ചിറക്കണം നമ്മൾ അയാളെ. ആരാ നിങ്ങൾ? എന്താ ഈ കാണിച്ചത്? ദേശമംഗലത്തിന്റെ മണ്ണിൽ ഒരു പുരോഹിതനെ ആക്രമിക്കാനുള്ള ധൈര്യമോ നിങ്ങൾക്ക്? വെറും ഒരാളല്ല, അധികാരമുള്ള ആള് തന്നെ. ഇതാണ് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ചിത്രഭാനു. ദേശമംഗലത്തെ പുരോഹിതന്മാർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നാവ് പൊളയ്ക്കാൻ അറിയാമെങ്കിൽ അത് കാലുയർത്താൻ അറിയുന്നവരെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. നാം ചിത്രഭാനു സ്ഥാനം കൊണ്ട് ദേശമംഗലത്തെ പൊന്നുതമ്പുരാനേക്കാൾ മുതിർന്നത്. ദേശമംഗലത്തെ സിംഹാസനത്തിൽ നാമായിരുന്നു ഇരിക്കേണ്ടിയിരുന്നതെന്ന് എല്ലാവർക്കും നന്നായി അറിയാമല്ലോ. തിരിച്ചു വന്നത് ദേശമംഗലത്തെ വെറും ഒരു പ്രജയാവാനല്ല, ദേശമംഗലത്തെ പൊന്നുതമ്പുരാനേക്കാൾ കൂടിയ കൽപ്പനകൾ പുറപ്പെടുവിക്കുവാനാണ്. ദൂഷ്യം പറയാൻ നാവ് ഉയർത്തുന്നവർ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സുന്ദരരാജനല്ല ചിത്രഭാനു, അരിഞ്ഞെടുക്കും എല്ലാ നാവുകളും. ഓർത്തോ? സംശയം വേണ്ട, ദേശമംഗലത്തിന്റെ നാശം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ദേവി മഹാമായെ രക്ഷിക്കണേ.
ഭഗവതി. ക്ഷമിക്കണം തമ്പുരാൻ, അറിയാതെ. ഏയ് സാരമില്ല. ദേശമംഗലത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഏട്ടൻ തമ്പുരാന് സ്വാഗതം. തിരുമേനി, നാം പറഞ്ഞിരുന്നല്ലോ ഏട്ടൻ തമ്പുരാന്റെ വരവിനെ കുറിച്ച്. അറിഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു, ദേശമംഗലത്ത് എത്തും വരെ. അതൊന്നു പറ്റി ജ്യേഷ്ഠത്തി? ദേശമംഗലത്തെത്തിയപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? സുകന്യ നാട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാവും. ആ തിരുമേനി, ഇനി മുതൽ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ഏട്ടൻ തമ്പുരാനായിരിക്കും. അങ്ങേക്ക് എന്തു പറയാനുണ്ടെങ്കിലും ഇനി ഏട്ടൻ തമ്പുരാനോടാവാം. ആയിക്കോട്ടെ തമ്പുരാൻ. തമ്പുരാന്റെ വരവ് പൂജാരിക്കത്ര ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അയ്യോ, അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കണ്ട, പാവമാണ്. ദേശമംഗലത്തമ്മയുടെ ചൈതന്യവർദ്ധനവിന് ഒരുപക്ഷെ നമ്മേക്കാൾ കൂടുതൽ പങ്ക് വഹിക്കുന്നത് തിരുമേനിയാണ്. ഒന്നെങ്കിൽ ബഹുമാനം ദേവിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പൂജാരിക്ക് കൊടുക്കണം. ദേവിയേക്കാൾ ബഹുമാനം പൂജാരിക്ക് കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഏട്ടൻ തമ്പുരാന് യാത്രാക്ഷീണം ഉണ്ടാകില്ലേ? കൊട്ടാരത്തിൽ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏട്ടനും ജ്യേഷ്ഠത്തെയും കൊട്ടാരത്തിലേക്ക് ചെന്നാട്ടെ. നാം അല്പസമയം കൂടി കഴിഞ്ഞ് എത്തിക്കോളാം. ആയിക്കോട്ടെ. ക്ഷേത്ര സേവകന്മാരെയെല്ലാം വിശദമായി ഒന്ന് പരിചയപ്പെടാൻ നാം വരുന്നുണ്ട്. എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കും. ഏട്ടൻ തമ്പുരാൻ തൊഴുതില്ല. ഓ വരിക. ഭഗവതി. പിരിഞ്ഞുപോയവർ ഒന്നിച്ചു ചേരുകയാണ്. ഏട്ടൻ തമ്പുരാനോട് കടങ്ങൾ ഏറെയുണ്ട്. ഇനിയുള്ള ജീവിതം കൊണ്ട് അത് വീട്ടി തീർക്കണം. അമ്മ അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിവുകൾ അമ്മയാണല്ലോ തരുന്നത്. അമ്മേ ഭഗവതി, എല്ലാം ശുഭമായി കലാശിക്കണേ. അമ്മേ മഹാമായേ. അതെ, കരഞ്ഞു പറഞ്ഞോണ്ടാ തറവാട്ടമ്മ ജോലി തന്നതും ഈ കുടിലിൽ താമസിക്കാൻ അനുവദിക്കുന്നതും. പക്ഷേ നിർബന്ധങ്ങൾ ഒരുപാടുണ്ട്. അമ്മയും മോളും കൂടി ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. കുടിലിൽ തന്നെ ഇരുന്നോളണം, കേട്ടല്ലോ. പിന്നെ തറവാട്ടിൽ പുറംപണിക്ക് വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ചോളണം. നാട്ടുരീതികളൊക്കെ അറിഞ്ഞോടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും, കേട്ടല്ലോ. കുഞ്ഞിനെ അലഞ്ഞു തിരിയാൻ വിടരുത്, അടക്കി നിർത്തിക്കൊള്ളണം, കേട്ടോ. കുറച്ചു നാൾ തറവാട്ടമ്മ നോക്കും. അതിനിടയിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ നിന്നെ പറഞ്ഞ് വിടുകയും ചെയ്യും, കേട്ടോ. മുതിർന്നവർ കാര്യങ്ങൾ പറയുമ്പോ അതിൽ കുട്ടികൾ ഇടപെടണ്ട. തമ്പുരാനെ, എന്റെ മോളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല. ഞങ്ങൾ ഈ കുടിയിൽ അടങ്ങി ഒതുങ്ങി താമസിച്ചോളാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. തറവാട്ടമ്മ ദൂരദേശത്തുള്ള ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുക. തിരിച്ചു വരാൻ 1-2 ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് പണിക്ക് വന്നോ. നമുക്ക് വരണ്ടായിരുന്നു അമ്മേ. പുറത്തിറങ്ങാൻ പാടില്ല, നടക്കാൻ പാടില്ല. കാട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. എവിടെയും നടക്കാം, കാട്ടുകനികൾ പറിക്കാം, കാട്ടുമുത്തിയുടെ അടുത്ത് ചെന്നിരിക്കാം. ഓരോ സ്ഥലത്ത് ഓരോ രീതികളല്ലേ മോളെ. നമുക്ക് പോകാൻ വേറൊരു ഇടയില്ല. കുഞ്ഞിപ്പെണ്ണ് അമ്മ പറയുന്നത് അനുസരിക്കണം, കേട്ടോ. അമ്മ പറയുന്നതല്ലാതെ ഞാൻ വേറെ ആര് പറയുന്നത് കേൾക്കാനാ? അതുപോട്ടെ, മോക്ക് ഇഷ്ടമായോ ഈ കുടി? നമുക്കിത് തന്നെ ധാരാളം. നമുക്ക് കൂട്ടായിട്ട് അച്ഛനുണ്ടാകും.
അച്ഛൻ ആകാശത്തിരുന്ന് നമ്മളെ കാണുന്നുണ്ടാവും. പാവ അച്ഛൻ അല്ലേ അമ്മേ? വിഷമിക്കല്ലേ, വാ. ഈ നാടെങ്ങനെയുണ്ട് തമ്പുരാൻ? ദേശമംഗലത്തിലെ ചിലർക്ക് നമ്മുടെ വരവിൽ ചില അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. അനിയത്തിക്കും ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. തമ്പുരാന്റെ തീരുമാനങ്ങൾ എന്തായാലും ഞാനത് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഏടത്തെ, ഇവിടെ വന്നിരുന്ന് കഴിക്കൂ. അനുജത്തി എന്താ ചോദിച്ചത്? വരവിൽ എന്തെങ്കിലും അതിർത്തി ഉണ്ടോ എന്ന്. എങ്ങനെ ഉണ്ടാവാതിരിക്കും? സത്യം പറഞ്ഞാൽ പരമ്പരയുടെ ആചാരമനുസരിച്ച് നോക്കിയിരുന്നെങ്കിൽ ഈ ദേശമംഗലം വാഴേണ്ടത് എന്റെ പൊന്നുതമ്പുരാനല്ലേ, മഹാറാണിയാകേണ്ടത് ഞാനല്ലേ. ചിലരുടെ ഭാഗ്യദോഷം ചിലർക്ക് ഭാഗ്യമായി ഭവിച്ചു, അത്ര തന്നെ.